ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നല് വേണ്ട. സ്തോത്രം. ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളൊരു തോന്നല് വേണ്ട. ഇന്ന് പകലിൽ സ്തോത്രം ദൂതന്മാരെ ഇറക്കിയിട്ട് സ്തോത്രം ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തെ വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നില്ലേ? സ്തോത്രം. ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിക്കാൻ, പത്രോസിനെ തട്ടി എഴുന്നേൽപ്പിക്കാൻ സ്തോത്രം ഗതസമനക്കകത്ത് കർത്താവും സ്തോത്രം പ്രാണവേദനയിലായിരുന്നപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് അവനെ ധൈര്യപ്പെടുത്തി എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മെ ധൈര്യപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നീ ഇന്ന് പകലിലും സ്തോത്രം അയ്യോ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാ, ഞാൻ വേദനപ്പെട്ട് നിൽക്കുകയാ, അല്ല സഹോദര, അല്ല സഹോദരി, നിന്നെ സഹായിക്കാൻ സ്വർഗീയ സൈന്യമുണ്ട്. നീ അത് തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഒരു മല മുഴുവൻ ദൈവത്തിന് സ്തോത്രം ശത്രുവിന്റെ സൈന്യം വന്ന് തമ്പടിച്ചു നിൽക്കുമ്പോൾ സ്തോത്രം നോക്കിക്കേ, എലീശ വളരെ കൂളായി അതിന്റെ നടുവിൽ നിൽക്കുകയാണ്. എലീശയോട് ചോദിക്കുക, എന്താ എലീശേ ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കുന്നത്? എലീശ പറയും, സ്തോത്രം, എന്റെ കണ്ണ് ഞാനൊന്ന് ഉയർത്തി കാണുമ്പോൾ അഗ്നിമയ രഥങ്ങൾ എനിക്ക് ചുറ്റും നിൽക്കുകയാ, അഗ്നി അശ്വങ്ങൾ എനിക്ക് ചുറ്റും നിൽക്കുകയാ, ദൈവത്തിന്റെ ദൂത സഞ്ചയം എനിക്ക് ചുറ്റും നിൽക്കുകയാ. ദൈവമൈതലേ, ഇന്ന് പകലും നീ എന്തുകൊണ്ട് തളർന്നു പോകുന്നു, എന്തുകൊണ്ട് നിരാശപ്പെട്ടു പോകുന്നു എന്നറിയണ്ടേ? നിന്റെ ആത്മ കണ്ണുകളെ തുറക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ അതൊന്ന് തുറന്നു തരാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, അതൊന്ന് തുറന്നു തരാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എനിക്ക് വേണ്ടി ഒരുക്കുന്ന രക്ഷയെ കാണുവാൻ എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ എന്ന് ഇതിന്റെ നടുവിൽ എത്ര പേരൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നുണ്ട്. ഏലീശ ഭയമില്ലാതെ നിൽക്കുന്നതിന്റെ പിന്നിലെ കാരണം മറ്റൊന്നല്ല, തനിക്ക് സംരക്ഷണമായി സ്വർഗത്തിന്റെ സൈന്യം ഇറങ്ങി വന്നിരിക്കുകയാ. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം മറ്റൊന്നല്ല, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ദൂത സഞ്ചയം എനിക്ക് ചുറ്റുമുണ്ട്. ഇന്ന് പകൽ ആ പ്രത്യാശ നമ്മളെ ഭരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബാല്യക്കാരൻ തളർന്നു പോകുകയാ, അവൻ ക്ഷീണിച്ചു പോകുകയാ. കാരണം മറ്റൊന്നല്ല, സ്തോത്രം, അവൻ ഈ കാഴ്ച കാണാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ സ്തോത്രം, നിന്നെ തൊടാൻ, നിന്നെ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കകത്തേക്കും ഇട്ടുകൊടുക്കുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം.